3 സ്റ്റാർട്ട്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നിവിടെ ഞാൻ വന്നതൊരു പഴം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിലിതാ പഴമുണ്ട്, മുട്ട, പഞ്ചസാര എന്നിവ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് പഴം മുറിച്ച് ചെറുതാക്കിയിട്ട് മുറിച്ചിടാം. ചെറുതാക്കി മുറിച്ച് നല്ല പഴുത്ത പഴമാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അധികം പഴുക്കാത്ത പഴം എടുക്കരുത്. അപ്പം നല്ല പഴുത്ത പഴം എടുക്കുക. ഇതേപോലെ ചെറുതായിട്ട് മുറിക്കുക. എന്നിട്ടൊന്ന് പഴം ഒന്ന് വാട്ടിയെടുക്കണം. അപ്പം 3 പഴവും ഇവിടെ എല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. ഫ്രൈ പാൻ ഇതിൽ വെച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഗ്യാസ് കത്തിച്ചിട്ട് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് നല്ലോണം വാട്ടിയെടുക്കാം. പഴം ഒന്ന് നല്ലോണം വാട്ടി എടുത്ത് നമ്മുടെ പഴം ഇതാ നല്ല വാടി ചുവപ്പ് കളറായിട്ട് വന്നിട്ട് ഇത് നമുക്ക് കോരി എടുക്കാം. മഞ്ഞ ഇത് കോരി എടുത്തിട്ട് അണ്ടിപ്പരിപ്പിട്ട് ഒഴിക്കാം. കോരി എടുക്കുക. ഇത്തിരി ഓയിൽ ഒഴിക്കുക. ഒന്ന് ഈ അണ്ടിപ്പരിപ്പൊന്ന് പൊരിച്ചെടുക്കുക. അണ്ടിപ്പരിപ്പൊന്ന് എണ്ണയിലൊന്ന് പൊരിഞ്ഞ് വന്നാൽ കോരിയെടുക്കാം. കോരിയെടുക്കാം. ചെറിയൊരു കളർ മാറിക്ക് ഇപ്പം നമുക്ക് കോരിയെടുക്കാം. തീ ഓഫാക്കാം. അടുത്ത ഇപ്പം 10 മുട്ടക്കാണ് ഇതിപ്പോൾ ഉണ്ടാക്കുന്നത്. 2 മുട്ട ഞാൻ ഒടിച്ചിട്ട് ഇത് മിക്സിയിലേക്ക് ഒഴിക്കുക. അപ്പോൾ ബാക്കി മുട്ടയും കൂടി നമുക്ക് ഒടിച്ചിട്ട് പാത്രത്തിൽ വെക്കാം. അഞ്ച് മുട്ട ഇപ്പോൾ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് പഞ്ചസാരയും കൂട്ടി മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. അഞ്ച് മുട്ടായി മിക്സ് ഇതിലേക്ക് പഞ്ചസാര ഇട്ട്
ഇതൊന്ന് അടിച്ചെടുക്കാം. മിക്സിയിൽ ഒന്ന് അടിച്ച്. അപ്പോൾ ഇതിലേക്ക് ഏലക്ക ഞാൻ ഒന്ന് ചതക്കി എടുത്തത്. അപ്പോൾ 5 മുട്ട ഇതാ മിക്സിയിൽ അടിച്ച് നല്ല പഞ്ചസാര ഇട്ട് അടിച്ച് കൊണ്ടാക്കുക. ബാക്കി 5 മുട്ട ഇതൊന്ന് നല്ലോണം കയ്യിൽ വെച്ചൊന്ന് നല്ലോണം അടിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു ഏലക്ക ഇട്ട് കൊടുക്കാം. 4 ഏലക്ക ഇത് ചതച്ചിട്ടിട്ട് കൊടുത്തേ പൊടിച്ച് കൊടുക്കും. ഇതിലേക്ക് ഈ മിക്സിയിൽ അടിച്ച മുട്ടയും വെച്ച് കൊടുക്കാം. നല്ലോണം അടിച്ചെടുക്കുക. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കേക്കായത് പഴം കേക്ക്. വൈകുന്നേരം എല്ലാം ചായക്ക് മധുരത്തിലുള്ള ഒരു തിന്നാൻ ഇഷ്ടമായ മധുരം കഴിക്കണമെന്ന് നമുക്ക് ഒരു ഇഷ്ടം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് കഴിക്കാം. നമുക്കിതവിടെ ഒരു പാൻ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലത്തെ ഒരു തട്ട് അടിയിൽ വെക്കാം. എന്നിട്ട് നമ്മളപ്പോൾ ഇത് ഇതിലേക്ക് വെക്കാം. ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് വെക്കാം. ഇതിലേക്ക് തന്നെ ഈ പഴം ഇട്ട് കൊടുക്കാം. അപ്പം ഈ പഴം ഇതിലിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. ഇതിപ്പോൾ ഇതാ ഫ്രൈ പാൻ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഒന്ന് മൂടി കൊടുക്കാം. മുട്ട ഒന്ന് കുറച്ചൊന്ന് വലിഞ്ഞ് കഴിഞ്ഞാൽ ഈ അണ്ടിപ്പരിപ്പ് നമുക്ക് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. ഇതൊന്നായിട്ടുണ്ട്. ഇതിൻ്റെ മേലെ നമുക്ക് ഇത് അണ്ടിപ്പരിപ്പ് വെച്ച് കൊടുക്കാം. ഇതൊന്ന് വെന്ത് വരട്ടെ. മുട്ട വലിഞ്ഞ് വരണം. ഇത് നമ്മുടെ പഴം കേക്ക് റെഡിയായി. നമ്മുടെ പഴം കേക്ക് നല്ലോണം ഇതാ പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ റെഡിയായി, എല്ലാം സെറ്റാക്കി. ഇത് തണിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. 3 സ്റ്റാർട്ട്. അപ്പോൾ ഗായ്സ് നമ്മളിതാ പഴം കേക്ക് റെഡി ആയിട്ടുണ്ട്. കട്ട് ചെയ്യാം. ചൂടുണ്ടാവും. അപ്പം ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പഴം കേക്കാണ്. വൈകുന്നേരം ഇതുണ്ടാക്കി 4 മണിക്കുള്ള ചായക്ക് 5 മണിക്കുള്ള ചായക്ക് അടിപൊളിയായിട്ട്. അപ്പോൾ അടിപൊളി ഇങ്ങനത്തെ ഒരു മധുരമുള്ളൊരു പഴം കേക്ക് ഉണ്ടെങ്കിൽ നല്ലതാണ്, അടിപൊളിയാണ്. അപ്പോൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യോളി. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും.